പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. എല്ലാ വർഷവും ജൂലൈ 1-ാം തീയതി നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. ഇന്ന് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോട് പറയേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരു കുഞ്ഞാശയമാണ്. ഞാൻ ഒരു ഹൃദ്രോഗ വിഭാഗത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. എന്നാൽ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞു കുട്ടികൾ മുതൽ, ഉണ്ടാകുന്ന കുട്ടികൾ മുതൽ ഏറ്റവും പ്രായം ചെയ്യുന്ന വ്യക്തികളെ വരെ ചികിത്സിക്കേണ്ട ഒരു കാവൽക്കാരാണല്ലോ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സിൽ കൂടി കടന്നു വന്നിട്ടുള്ള ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. വലിയവരായി തീർന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ, നിങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുന്ന ശീലങ്ങളും മറ്റുമാണ് വലിയവരായിരിക്കുമ്പോൾ നമുക്ക് തുടരാൻ സാധിക്കുക. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും കൂടി നല്ല കുട്ടികളായിട്ട് വളർന്നു വരണം. പ്രത്യേകിച്ച് നല്ല ശീലങ്ങൾ, രാവിലെയുള്ള എഴുന്നേൽപ്പ്, പ്രാർത്ഥിച്ച് ദിവസം തുടങ്ങുക, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അധ്യാപകരെയും നമ്മുടെ സുഹൃത്തുക്കളെയും ഒക്കെ പറയുന്ന നല്ല കാര്യങ്ങൾ അനുസരിക്കുക. അതുപോലെ തന്നെ ഭക്ഷണക്രമങ്ങൾ. ഇന്നത്തെ കുട്ടികൾക്ക് പലപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇഷ്ടം. വറപൊരികളും ലേസും അതും ഇതുമെല്ലാം. അതിനേക്കാളും ഉപരി നമ്മൾ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നല്ല പോഷകം നിറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പച്ചക്കറികളും അതുപോലെ തന്നെ നമുക്ക് പോഷണം കിട്ടുന്ന എല്ലാ സാധനങ്ങളും കഴിച്ച് ചെറുപ്പം മുതലേ ശീലിക്കണം. അല്ലെങ്കിൽ പിന്നെ വലുതാകുമ്പോൾ ഇറച്ചി മാത്രം കഴിച്ച്, അല്ലെങ്കിൽ ഇറച്ചിയും മീനും മാത്രം എടുക്കുന്ന കുട്ടികളായിട്ട് വളരും. അപ്പോഴാണ് നമുക്ക് പൊണ്ണത്തടിയും എല്ലാം വരുന്നത്, നമുക്ക് വേണ്ടിടത്തോളം ആരോഗ്യം ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് ചെറുപ്പം മുതലേ നല്ല ഭക്ഷണം എന്ന് വെച്ചാൽ സമീകൃതമായിട്ടുള്ള ഭക്ഷണം, അന്നജവും കൊഴുപ്പും പ്രോട്ടീനും വിറ്റാമിനുകളും എല്ലാം ചേർന്ന ഭക്ഷണം മാതാപിതാക്കൾ നമുക്ക് റെഡിയാക്കി തരുമ്പോൾ അത് കഴിക്കാൻ ഓർക്കുക. ചെറുപ്പം മുതലേ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും അതെല്ലാം നമ്മൾ കഴിച്ച് വളരണം. അതുപോലെ തന്നെയാണ് നല്ല ശീലങ്ങൾ കേട്ടോ. നന്നായിട്ട് നല്ല കുട്ടികളായിട്ട് ചെറുപ്പം മുതലേ പഠിച്ചു വളരണം. നന്നായിട്ട് വായിക്കണം. അതുപോലെ മീഡിയയിൽ ഫോൺ കളിക്കാൻ വേണ്ടി കുഞ്ഞുനാളിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഈ തരുവായിരിക്കും. പിന്നീട് അറിവായി വരുമ്പോൾ അത് ഏതാനും കുറച്ച് സമയത്തേക്ക് മാത്രം മൊബൈൽ ഉപയോഗിക്കാനും ബാക്കി സമയങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ വായിക്കാനും ഒക്കെ ആയിട്ട് ചെലവഴിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ചെറുപ്പം മുതലേ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, നല്ല ശീലങ്ങൾ സ്വന്തമാക്കണം. അങ്ങനെ കുടുംബങ്ങൾക്കും ചുറ്റുപാടുകൾക്കും നാടിനും നാട്ടാർക്കും നല്ല പ്രയോജനം ചെല്ലുന്ന നല്ല മക്കളായിട്ട്, നല്ല മാതൃകകളായിട്ട് വളർന്നു വരുവാൻ നിങ്ങൾക്ക് ഈ ഡോക്ടേഴ്സ് ഡേയിൽ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. നന്ദി എന്നെ കേട്ടതിന്. താങ്ക് യു. കുഞ്ഞുമക്കളെ, അൽഫോൺസ് ഡോക്ടർ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടില്ലേ? ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകാരികളുടെ ഒരു ചെറിയ സ്കിറ്റ് കണ്ടാലോ? ഞാൻ ഡോക്ടറെ ഒന്ന് കാണാൻ വന്നയാ. എന്തുണ്ട്? ഓ, ഞാൻ പ്രതീക്ഷിച്ച ഭംഗിയൊന്നുമില്ല. എടോ, ഞാൻ സൗന്ദര്യം നോക്കാൻ വന്നാണോടോ? ഞാൻ ചോദിച്ച താൻ എന്നെ കാണാൻ വന്നാണോന്ന്. അതെ. നീ ചീട്ടെടുത്തിട്ടുണ്ടോ? ഓ, ചീട്ടിന് പടക്കി ഉണ്ടല്ലേ. അയ്യോ, തനിക്ക് ഭയങ്കര സീരിയസ് ആണല്ലോ. അയ്യോ, എനിക്ക് എന്ത് പറ്റി ഡോക്ടറെ? ഇതൊക്കെ സൂക്ഷിക്കണ്ടേ, അല്ലേലും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു ശ്രദ്ധയില്ല. അയ്യോ, എനിക്ക് എന്ത് പറ്റി ഡോക്ടറെ, ഒന്ന് പറ. തനിക്ക് ഷുഗർ 40 വളരെ സീരിയസ് ആണ്. അയ്യോ എന്റെ ഡോക്ടറെ, ഷുഗർ 40 ഷുക്കൂർ, എന്റെ പേര്, 40 വയസ്സ്. അപ്പൊ എന്താ ഇപ്പൊ കുഴപ്പം? നല്ല പനിയാണ്, തൊണ്ടവേദനയും ചുമയുമുണ്ട്. എങ്കിൽ കൊറോണ ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൊറോണ എനിക്ക് അയ്യോ ഡോക്ടർ, ഞാൻ മരിക്കുമോ ഡോക്ടറെ? ഞാനൊന്ന് പേടിക്കാതിരിക്കും, നമുക്ക് നോക്കാം.
സാർ, നമ്മുടെ ആശുപത്രിയിലോട്ട് കൊറോണ രോഗികൾ വരുന്നുണ്ട്. എനിക്ക് പേടിയാ, എനിക്ക് ലീവ് വേണം സാർ. മാഡം, നമ്മൾ ആരോഗ്യപ്രവർത്തകർ ഒരിക്കലും ഇങ്ങനെ പറയാനോ ചിന്തിക്കാനോ പാടില്ല. നമ്മൾ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്നവരാണ്. സിസ്റ്റർ, ഇങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. ആവശ്യമായ മുൻകരുതലെടുത്താൽ നമുക്ക് രോഗം വരാൻ സാധ്യത വളരെ കുറവാണ്. വായിൽ കൂടെ പടരുന്ന കൊറോണ വൈറസാണ് ഇത് മറ്റുള്ളവരിലേക്ക് രോഗം ഉണ്ടാക്കുന്നത്. ഇത് വരാതിരിക്കാൻ നമ്മൾ മാസ്ക് ധരിക്കുക. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആയി. ഇന്ന് എല്ലാവരോടും എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. കൊറോണ എന്ന മഹാമാരിയെ പേടിക്കുകയല്ല വേണ്ടത്, മറിച്ച് ജാഗ്രതയാണ് വേണ്ടത്. എല്ലാവർക്കും ഹാപ്പി ഡോക്ടേഴ്സ് ഡേ.